വലിയ നമുക്കൊരു ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. ഈ കൊച്ചി തീരത്ത് അണഞ്ഞ കപ്പൽ മുങ്ങി എന്നുള്ള വാർത്തയാണ് ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരമാണ്. ഈ ലൈബീരിയൻ കപ്പൽ മുങ്ങി, കണ്ടെയ്നർ കയറ്റി വിഴിഞ്ഞത്തുനിന്ന് വന്ന കപ്പൽ മുങ്ങിപ്പോയി എന്ന വാർത്ത ഷെഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുകയാണ്. നമുക്കൊരു പക്ഷേ ചെറിയ രീതിയിൽ ഷോക്കേൽക്കുന്ന വാർത്ത തന്നെയാണിത്. ഇപ്പോൾ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. കൊച്ചി തീരത്തണഞ്ഞ വിഴിഞ്ഞത്തുനിന്ന് വന്ന ലൈബീരിയൻ കപ്പൽ മുങ്ങി. ഷെഫീദ് റാവുത്തർ ടെലിഫോണിൽ ചേരുന്നു. ഷെഫീദ്, എപ്പോഴാണ് നമുക്ക് ഈ വിവരം ലഭിച്ചത്? കപ്പൽ പൂർണ്ണമായി മുങ്ങിക്കഴിഞ്ഞോ? അല്പസമയം മുൻപ് സംസ്ഥാന സർക്കാരിനെ ഔദ്യോഗികമായി കോസ്റ്റ് ഗാർഡ് അടക്കം അറിയിച്ച വിവരം ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. MSC എൽസ 3 എന്ന് പറയപ്പെടുന്ന ഇന്നലെ കൊച്ചി തീരത്തോടടുത്ത് അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട, അതെന്ത് അപകടമാണ് ഇതുവരെ നമുക്ക് കൺഫേം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, കപ്പൽ മുങ്ങി എന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നു. കൊച്ചി ഡിഫൻസ് PRO അല്പസമയത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഏതായാലും ആ കപ്പൽ മുങ്ങിയിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് 9 കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചെങ്കിൽ കൂടുതൽ കണ്ടെയ്നറുകൾ ഈ മണിക്കൂറുകളിലൊക്കെ കടലിലേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. മറൈൻ ഗ്യാസ് ഓയിലാണ് അത് എന്നുള്ള കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും അതിനുവേണ്ട മുന്നൊരുക്കങ്ങളും ഒക്കെ നടത്തിയിരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ 4ഓളം ഹെലികോപ്റ്ററുകൾ അടക്കം ഈ കപ്പലിനടുത്തേക്ക് പോയി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു.